ഞാൻ ഇറങ്ങണേ. ഇറങ്ങിയാ പൈപ്പ് അടയ്ക്കണേ. നേരത്തെ വരണേ. വരുമ്പോഴേ എനിക്ക് നോക്കണേ. കഴിഞ്ഞ തലേന്ന് വെച്ചിട്ട് ചാടന എന്റെ താണ്ട കിടക്കണം എന്ന് വേണം പറയാം. എനിക്ക് വയ്യ. അപ്പോ ആ വീഡിയോ ഇവിടെ അല്ലേ? ആ വീഡിയോ ഇപ്പൊ വാട്സാപ്പിൽ ഭയങ്കര ഹിറ്റല്ലേ? എന്തൊരു സ്റ്റെപ്പ് ആയിരുന്നു. ആ തള്ളവരിൽ നിലത്തോന്നി ഒരു കറക്കോട്ടല്ലേ മറ്റേ പമ്പര കറക്കി വിടുമ്പോലെ. എവിടെ എങ്ങനെ പഠിച്ചത്? അത് ഡാൻസിൽ എന്റെ പുഴി കിടക്കണം. നാണമില്ലല്ലോ ഇത്രയും പ്രായമായി നാണമുണ്ടോ ജോലി പിടിച്ചേട്ടാ? ഉത്സവം പറമ്പിലിങ്ങനെ ഇത്രയും ആളുകൾ കാണൊക്കെ തലയിൽ മുടിയില്ല, നിന്നൊക്കെ കളിക്കുകയാണ്. അത് സാറേ ഒന്നും പറയണ്ടേ സാറേ. എന്റെ വകയിലൊരാളെ അളിയൻ വന്നു വീട്ടില്. അപ്പം വീട്ടിൽ വന്നപ്പോഴത്തേക്കേ ഒരു ഫോറിൻ സാധനം കൊണ്ടുവന്നു. ഞാനിത് 2 എണ്ണം അടിച്ചു. അടിച്ചപ്പോ എനിക്കെങ്ങനെ വല്ലാറ്റൊന്നും തോന്നിയില്ല. പിന്നെ ബാക്കിയോട് ഞാൻ അങ്ങ് അടിച്ചു. ഒരു കുഴപ്പമില്ല. ഞാൻ എന്റെ അളിയന്റെ അളിയൻ വന്ന് ഫോറിൻ സാധനം കൊണ്ടുവരുന്നത് ഇത് മറ്റേ ആട് കാടി പിടിക്കും പോലെ കുടിച്ചു സാറേ. അപ്പോഴൊന്നും എനിക്ക് ഒരു കുഴപ്പമില്ല. എന്നിട്ട് ഞാൻ അളിയനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ അളിയാ നമുക്ക് പറമ്പിൽ പോയി ഗാനമേള കേൾക്കാന്ന് പറഞ്ഞു. പറമ്പിൽ ചെന്നു. ഗാനമേള തുടങ്ങിയപ്പോ എന്തോ എവിടുന്നോ സ്വിച്ച് ഇട്ടണക്ക് ഞാൻ അങ്ങോട്ട് ആട്ടം തുടങ്ങി. ആടി 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 വന്നപ്പോ ആട്ടത്തിനനുസരിച്ചുള്ള ഗുമ്മുള്ള പാട്ടും. എന്റെ വീട്ടിന്റെ പരിസരമാണ് ആളുകളാണ്. വല്ല കാര്യം ഫേമസ് ആയില്ലേ? ഫേമസ്. കൈയും കാലും എടുത്തിട്ട് എനക്ക് അനക്കാൻ വയ്യ. വൈദ്യന്റെ അടുത്ത് വെച്ച് കുഴമ്പ് വാങ്ങിച്ചിട്ട്. അയ്യോ അല്ല അവള് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാനിന്ന് രാവിലെ ഫോൺ എടുത്ത് നോക്കിയപ്പോഴേ നീ എന്തിരിച്ചു മതി നമ്മളെന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ 3-4 അടുത്ത് വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ഇന്നലത്തെ ഡാൻസ് എന്താണ് എന്നിട്ട് ഒരു 10-10 മണിയാകുമ്പോ നിനക്ക് സാബുവിനെ അറിഞ്ഞില്ല എന്റെ കൂടെ കോളേജിൽ പഠിച്ച ഓസ്ട്രേലിയയിലാണ്. അവൻ എനിക്ക് അയച്ചിരിക്കുന്നത് അളിയ നോക്കളെയാ ഒരുത്തന്റെ ഉഗ്ര പെർഫോമൻസ് ദാണ്ട് അടക്കണമെന്ന് എന്ന് പറഞ്ഞ് എനിക്ക് അയച്ചത്. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞാ ഇത് ഞങ്ങളുടെ വീട്ടിൽ തൊട്ടടുത്തുള്ള ജോലി ചേട്ടനാണ്, നമുക്ക് സഹായമൊക്കെ ചേട്ടൻ കക്ഷിയാണെന്ന് പറഞ്ഞിട്ടേ എടി സാബേ വിശ്വസിക്കണില്ല ഭയങ്കര ശാരദ വിചാരിച്ചിട്ട്. അതൊക്കെ എന്ത് സാറേ ഇന്നലത്തെ ഈ പ്രകടനമൊക്കെ കഴിഞ്ഞിട്ട് എനിക്കൊരു ബോധമില്ല. ഞാൻ പോയി കിടന്ന് ഉറങ്ങിയായിരുന്നു. ഇന്ന് രാവിലെ വെളുപ്പിന് കാണാം ഒരു ഫോൺ കോൾ വരുന്നു. എവിടുന്നാ? ജർമ്മനിന്ന്. എന്റെ ഭാര്യയുടെ അനിയത്തിയുടെ മകള് അവിടെ നഴ്സാ. നമുക്ക് കിട്ടിയിരിക്കുന്നു അവിടെ ഈ സാധനം. ഇനി സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് എവിടെ കൊണ്ട് അവിടെ ഒക്കെ പോകും. ഇപ്പൊ ജർമ്മനി ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞില്ലേ സാബു ഓസ്ട്രേലിയ വിളിച്ചേ അതാണ് സോഷ്യൽ മീഡിയ. അത് തന്നെ സാറേ. ഞാനിപ്പോ ഇങ്ങോട്ട് വന്നപ്പോഴേ ഒരു പയ്യൻ സൈക്കിൾ വന്നിട്ട് നോക്കിയാ മാമ ഒന്ന് നിൽക്കണേ. എന്തിന്? ഇന്നലെ ഉത്സവപ്പറമ്പിൽ ഡാൻസ് കളിച്ച മാമനല്ലേ, ഒരു സെൽഫി എടുത്തിട്ടെന്ന്. എന്തായിക്കോളൂ അവൻ എന്റെ കൂടെ ഒരു സെൽഫി എടുത്ത് അപ്പൊ തന്നെ ഫേസ്ബുക്കിൽ ഇട്ടു. ഭാഗ്യം തന്നെ കേട്ടാ. നമ്മളിതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തെങ്കിൽ നമ്മളെ സെൽഫി എടുക്കാനൊക്കെ ആളുകൾ വന്നാന. ചെടി നനച്ചല്ല പൈപ്പ് കൂട്ടിയാ നീ അടുക്കളയിൽ എന്തെങ്കിലും ജോലി ഉണ്ടോ? സെൽഫി എടുത്തിട്ട് സെലിബ്രിറ്റി വരണം എന്റെ കൂടെ. എന്തോ അല്ല സെലിബ്രിറ്റി ആയല്ലോ വരണം. അതെ സെലിബ്രിറ്റി. അത് എനിക്ക് ഇന്ന് വൈകുന്നേരം ഒരു സ്വീകരണമുണ്ട് സാറേ. ഇവിടെ കുടിയന്റെ ബുക്കിൽ. ഒരു ദിവസം കൊണ്ട് ഫേമസ് ആയി. സ്വീകരണം ജർമ്മനി ഓസ്ട്രേലിയ. എനിക്ക് ജർമ്മനി വരെ പോയില്ലേലും കുഴപ്പമില്ലായിരുന്നു. കേരളമെങ്കിലും എത്തിയാൽ മതിയായിരുന്നു. ഓരോരുത്തരെ ഭാഗ്യം. എന്തൊരു വെയിലയ്യോ. കൊച്ചേ എന്തൊരു ചൂടപ്പോ. ആരാ ശ്യാമളേച്ചിയാ? ഓ ഞാൻ ശ്യാമളേച്ചി. വാ ഇങ്ങോട്ട്. ചേച്ചി ഇങ്ങ് കയറി വാ, ഞാൻ അകത്തുണ്ട്. ഓ വന്നോ? കുറച്ച് വെള്ളം ഇങ്ങെടുത്താണോ വെച്ചേ?
വെള്ളം കുടിക്കാനാണോ ഓടിപ്പടച്ചുകൊണ്ട് വന്നത്? നിനക്ക് ഇങ്ങനെ വീട്ടിനകത്ത് ഫാൻ ഇട്ട് ചടഞ്ഞൂടി ഇരുന്ന മതിയല്ല. വെളിയിൽ എന്തുമാത്രം ചൂടാണെന്ന് നിനക്ക് അറിയാമോ ചേ? എന്റെ അമ്മോ, സൂര്യ ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കുകയാണ്. സൂര്യന്റെ ഓരോ രശ്മിയൊക്കെ അതാ ഭൂമിയിൽ നിന്ന് വന്ന് വീണ്, ഭൂമിയിൽ നിന്ന് വീണ ആ രശ്മിയൊക്കെ ദേഹത്തത്രയും നമ്മളെ ദേഹത്തത്രയും കൊണ്ട് കയ്യൊക്കെ പൊള്ളി വീണേ. ഞാൻ പത്രത്തിൽ വായിച്ചു ചൂടാണെന്ന്. പത്രത്തിൽ വായിച്ചുള്ള അറിവേ ഉള്ള അല്ല, നിനക്ക് ചൂടൊന്നും എടുക്കണില്ലേ? ചൂടെടുക്കല്ലോ. എന്ത് വന്ന കാര്യം പറ. ചിട്ടി പൈസ വാങ്ങിക്കാൻ വന്നത്. ഇച്ചാനുള്ള സമയത്ത് തന്നെ വന്നെങ്കിൽ ഞാൻ ഇച്ചാൻ്റെ മേടിച്ചു തരായിരുന്നു. ഇച്ചാനും ജോണിക്കുട്ടി ചേട്ടൻ ഇപ്പൊ അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ജോണിക്കുട്ടി ഇവിടെ വന്നാ? എന്റെ ദൈവമേ, എടി അങ്ങനെ ഒരു വീഡിയോ നിനക്ക് ഞാൻ വാട്സാപ്പിൽ അയച്ചു തന്നില്ലേ? ജോൺ ചേട്ടന്റെ ചേച്ചി ഞാൻ കണ്ടത്. ചേച്ചി നല്ല അയച്ചു തന്നെ. എനിക്ക് സുലി ചേച്ചിയും മറ്റേ സംഗീത ചേച്ചി അവരൊക്കെ അയച്ചു തന്നു. എന്തോന്നാ ബാധ കയറിയ പോലെയായിരുന്നു അങ്ങനെ ഡാൻസ്. ബാധകരയൊന്നും അല്ല, ഉത്സവത്തിന്റെ ആഘോഷം. എന്റെ ചേച്ചി അളിയനും കൂടെ പോയി നല്ല പോലെ തണ്ണി അടിച്ചിട്ട് ഉത്സവ പറമ്പിൽ വന്നു. അവിടെ വന്ന് ഘോഷത്തെ ഗാനമേള കേട്ടപ്പറ്റി അറിയാതെ ഡാൻസ് കളിച്ചു പോയി. ഈ നാട്ടുകാർ മൊത്തം കണ്ടടി. അമ്പലപ്പറമ്പിൽ ഒരുപാട് ആളുകളില്ലായിരുന്നാ, അവര് മൊത്തം കണ്ട്. ഇനി അവിടെ ഇല്ലാത്ത ആളുകളൊക്കെ വാട്സാപ്പിലും കൂടെ കണ്ടിങ്ങനെ ഡാൻസ്. അങ്ങനെയല്ലേ ഞാനും കണ്ടത്. ഇങ്ങനെ ഫേമസ് ആവാനും വേണം ഒരു യോഗം. അമ്പലപ്പറമ്പിൽ നാട്ടുകാരെ മുമ്പിൽ കോപ്രായം കാണിക്കണതാണ് ഫേമസ്. എന്തോന്ന് കോപ്രായം ചേച്ചി? എന്തോന്ന് കോപ്രായം കാണിച്ചിട്ടാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ചർച്ചാ വിഷയം ആരാണ്? ജോണി ചേട്ടൻ ആ വീഡിയോ തന്നെ. ജോണി ചേട്ടൻ രാവിലെ വന്നപ്പോ എന്റെ അടുത്ത് പറയുവാന്നേ, ചില പിള്ളേരൊക്കെ വന്നിട്ട് സെൽഫി എടുത്തോട്ടാന്നൊക്കെ ചോദിച്ചു. അതൊക്കെ ഒരു ഭാഗ്യമല്ലേ? ഇപ്പൊ ഇന്റർനെറ്റ് വന്നതിന് ശേഷം എന്തെല്ലാം മാറ്റങ്ങളാണല്ലേ. എടി, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ടടി. ഒരു പെണ്ണ് അടുക്കളക്കകത്തിരുന്ന് പാട്ട് പാടി ആ പെണ്ണ് വീഡിയോ പോസ്റ്റ് ചെയ്തു ഫേസ്ബുക്കിൽ. ഉടനെ തന്നെ ആ പെണ്ണ് വൈറലായി. അവളെ സിനിമയിലെടുത്തു. പാട്ടോടാനാ? പിന്നെ അതുപോലെ തന്നെ ഏതൊരു ചെറുക്കൻ പണിക്കിടയിൽ പാട്ട് പാടി, അവന് ഫേസ്ബുക്കിലിട്ട്, അവനും വൈറലായി. അവന് യാതൊരു സിനിമയിൽ ചാൻസ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് വൈറലാവണം. നീ പാട്ട് പാടുവോ? നീ പാട്ട് പാടുവോ? വേറെ എന്തെങ്കിലും നല്ല എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് വൈറലാവാൻ പറ്റുമല്ലോ. ചേച്ചി ആലോചിക്കേ. ചേച്ചിക്കാകുമ്പോ അങ്ങനത്തെ ഐഡിയ ഒക്കെ ഉണ്ടല്ലോ. പറ പ്ലീസ് ചേച്ചി, എനിക്ക് വൈറലാവാൻ കൊതി കഴിഞ്ഞിട്ടല്ലേ. ആലോചിക്കേ. ഞാൻ ആലോചിക്കട്ടെ. പറ. ഞാൻ ആലോചിക്കട്ടെ. ഇതെന്തോ നിൽക്കുന്നത്? ഇതാണ് ചിന്താവിഷ്ടയായ ശ്യാമള. ശ്യാമളേച്ചി, ശ്യാമളേച്ചി, തുമ്പി ആലോചിക്കാൻ സമ്മതിക്കൂലേ? ഇടി, നിനക്ക് ആ ജോണി ചെയ്തതുപോലെ അമ്പലപ്പറമ്പിൽ വെള്ളം ഒഴിച്ചിട്ട് നിനക്ക് കോപ്രായം കാണിക്കാൻ പറ്റുമോ? പറ്റൂലല്ലോ. അച്ഛനെ പറഞ്ഞ ചേച്ചിക്കാകുമ്പോ ഐഡിയ ഉണ്ട്. അതുകൊണ്ടാ ചേച്ചിയുടെ അടുത്ത് ആലോചിക്കാൻ പറഞ്ഞേ. അപ്പൊ നമ്മൾ സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ, എന്തെങ്കിലും ഗുണമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഞാൻ ഈ ഇടയ്ക്ക് ഒരു വീഡിയോ ഉണ്ട്. ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ഒരു അമ്മച്ചി ചീനിച്ചട്ടിക്കകത്ത് പപ്പടം പൊരിക്കണ്, മീൻ പൊരിക്കണ്. ആ അമ്മച്ചിയും വൈറലായി. പിന്നെ അപ്പോഴ് നിന്റെ വീട്ടിൽ മുട്ട ഉണ്ടാ? മുട്ട ഉണ്ടാ? മുട്ട കോഴിമുട്ട വേണോ താറാമുട്ട വേണോ? ഏതുണ്ട്? ഇവിടെ കോഴിമുട്ട ഉണ്ട്. പിന്നെ അതിന് രണ്ടും വേണോ ചോദിച്ചത്? കോഴിമുട്ട ഇട്. വൈറലാവോ? ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. നീ എടു, കോഴിമുട്ട ഇട്. പാത്രം ഇവിടെ വെക്കേ. വെക്കാലോ. നേരെ വേ. മതിയോ? ഇതുവരെ നടക്കൂ ഇന്ന്? ഞാനല്ലേ പറയണത്, എല്ലാം നടക്കും. കുറച്ചൊക്കെ വൈറലാവണമെങ്കിൽ ഇതൊക്കെ നടക്കും. എന്തൊരു വെയിൽ വെച്ചിട്ട് കണ്ണുപോലും തുറക്കാൻ പറ്റാനുള്ള. അങ്ങനെ എനിക്ക് കാര്യം ചെയ്യാം. നമുക്ക് അകത്ത് പോയി ഫാൻ ഇട്ടിരിക്കാം. അവിടെ നില്ല. അവിടെ എങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞ ഉടനെ തുമ്പി അങ്ങ് പിണങ്ങി പോയാലോ? നിനക്ക് വൈറലാവണോ? കുറച്ച് വെയിലും ചൂടും ഒക്കെ സഹിച്ചേ പറ്റുള്ളൂ. എന്റെ പൊന്നെ ഒന്ന് ക്ഷമിക്കേ. ചൂട് സഹിക്കാൻ പറ്റാണ്ട് അറിയാണ്ട് പറഞ്ഞു പോയതാണ്. 11 മണി തൊട്ട് 3 മണി വരെയുള്ള വെയില് കൊള്ളലെന്ന് പ്രത്യേകം നീ എടുത്തു പറയണം. അതുകൊണ്ട് അപകടമാണെന്ന് നീ എടുത്തു പറയണം. അല്ലാതെ നീ വായി തോന്നിയാലോ കലകലകലാന്ന് കിടന്ന് സംസാരിച്ചോണ്ടിരിക്കല്ലേ? അതൊക്കെ എനിക്കറിയാം. ആദ്യം ഇതങ്ങോട്ട് എടുക്ക്. എട്. പിടിക്കേ. കിട്ടിയാ? കിട്ടിയെന്നെ. നിന്നെ കാണാൻ അപ്സരസിനെ പോലെയല്ലേ കൊച്ചേ? അങ്ങനെ അങ്ങോട്ട് പറയേ. നേരത്തെ ഇത് പറഞ്ഞെന്തായിരുന്നു കുഴപ്പം? ശരി, പറഞ്ഞോ. നമസ്കാരം, ഞാൻ സ്നേഹലത. ആനുകാലിക പ്രസക്തിയുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ് ഞാൻ പറയാൻ വേണ്ടി നിങ്ങളുടെ മുന്നിൽ വന്നത്. ആനുകാലികം എന്നൊക്കെ പറയാതെ വേറെ വല്ലതൊക്കെ പറ. എന്തെങ്കിലുമൊക്കെ പറയും കേട്ടാ. പറയട്ടെ. പിന്നെ നമ്മുടെ നാട്ടില് നമ്മൾ ഇതുവരെ അഭിമുഖീകരിച്ചിട്ടില്ലാത്ത അത്ര വേനലാണ് നമ്മളിപ്പോ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ഇത്രയും കാലത്തിനിടയിൽ നമ്മൾ ഇത്രയും ഒരു വേനൽ അഭിമുഖീകരിച്ചിട്ടില്ല. മറന്നുപോയി. എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, എന്തായാലും രാവിലെ ഒരു 11 മണി മുതൽ വൈകുന്നേരം 3 മണി വരെയുള്ള വെയിൽ നമ്മൾ നേരിട്ട് ഒരിക്കലും കൊള്ളാൻ പാടില്ല. കാരണം അങ്ങനെ കൊണ്ടാല് സൂര്യാഘാതം ഏൽക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ട്. അങ്ങനെ സൂര്യാഘാതം ഏറ്റാല് നമ്മുടെ തൊക്കില് തൊക്കല്ലേ തൊലിന്ന് പറ. തൊക്കെന്നൊക്കെ പറഞ്ഞ ആളുകൾക്ക് എന്തെങ്കിലും അറിയാൻ പറ്റും. തൊലിന്ന് പറ.
പറയങ്ങോട്ട്. തൊലി പുറത്ത് അസുഖം ഉണ്ടാവുന്നു പറഞ്ഞ. തൊലി പുറത്തെ ഇതൊക്കെയാണ് കറക്റ്റ്. ഈ തൊലി എന്ന് പറഞ്ഞാൽ മതി. തൊലിയിലൊക്കെ അസുഖം ഉണ്ടാവുന്നു പറ. തൊലിപ്പുറത്ത് ഇങ്ങനെ ചൊറിയും ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ സൂര്യാഘാതം നേരിട്ട് ഏൽക്കാൻ പാടില്ല. അത് മാത്രമല്ല, നമ്മൾ ഇപ്പോഴത്തെ വേനലില് ഈ സൂര്യാഘാതം നേരിട്ട് ഏറ്റാലും മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ചത്തു എന്ന് പറയണേ അങ്ങോട്ട്. ഇതൊക്കെ വെയിലൊക്കെ കൊണ്ട് ചത്തു എന്ന് പറ. മരണം വരെ സംഭവിക്കും പോലും. പറ, സമയം പടി. ഞാൻ വെയിലുണ്ട്, ഞാൻ ഇപ്പൊ തളർന്നു. പെട്ടെന്ന് കൊണ്ട് പറ. ഇത് എന്തൊരു കൊച്ചത് പറയാനും അറിഞ്ഞൂടാ. സൂര്യാഘാതം ഏറ്റാല് നമ്മള് ചത്തു. ഇനി എന്തരാ പറ. മായല്ല, മരണം വരെയെന്ന് നീ അങ്ങനെ എന്തോന്നാ വിളിച്ച് പറ അങ്ങോട്ട്. ചത്തു എന്ന് പറയണോ? ഓ, നിന്റെ ഇഷ്ടം പോലെ പറ. അല്ലെ കാഞ്ഞു പോകുന്നു പറ. എന്തെങ്കിലും പറ അങ്ങോട്ട്. ഓ, എന്തെങ്കിലും പറ. വീഡിയോ ഓണാണ്. നീ ചിരിച്ചോണ്ടിരിക്കും. നാട്ടുകാർ കാണുന്ന കേസാണ്. എന്നെ കൂടെ നാണം കളയണേ. ചത്തുപോകാൻ വരെ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ മരണപ്പെട്ടു പോകാനും സാധ്യതയുണ്ട്. നമ്മൾ വെയിൽ കൊള്ളാൻ പാടില്ല. പിന്നെ അതിന്റെ ഒരു ഉദാഹരണമായി നിങ്ങളുടെ മുന്നിൽ ഡെമോൺസ്ട്രേഷൻ ഞാൻ കാണിക്കാൻ പോവാണ്. അത് മനസ്സിലായില്ല ഡെമോൺസ്ട്രേഷൻ എന്താണെന്ന്. അല്ലെങ്കിൽ പ്രതീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു. നീ അങ്ങോട്ട് പെട്ടെന്ന് പൊട്ടിച്ചൊക്കെ ഒഴിക്കാം അങ്ങോട്ട്. ഇതാണ് കോഴിമുട്ട. നാട്ടുകാർക്ക് ആർക്കും അറിഞ്ഞൂടെ ഇത് കോഴിമുട്ടയാണെന്ന്. പൊട്ടിച്ചൊഴിയും അങ്ങോട്ട്. ഇതിലുകൊണ്ട് മനുഷ്യൻ ഊപ്പാട് വന്നിരിക്കുന്നു. ഇത് കോഴിമുട്ട. ഇത് തീയിലല്ലാതെ ഒരു ഓംലെറ്റ് ഉണ്ടാക്കണം. ഞാനിപ്പോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ്. ഗ്യാസ് അടുപ്പും ഒന്നും ഇല്ലാത്ത നമ്മൾ വെയിലത്താണ് ഇത് ചെയ്യണേന്നും കൂടെ പറ. ചേച്ചിയും കൂടി ചെയ്യും. കുറേ നേരമായിട്ട് സഹിക്കുവാണേ. എനിക്കറിയാലോ ചെയ്യാനായിട്ട്. നമ്മൾ ഗ്യാസിലും അടുപ്പിലൊന്നും അല്ലല്ലോ ഇത് ചെയ്യണത്. അതും കൂടെ നാട്ടുകാർക്ക് മനസ്സിലാവണ്ടേ. ഇതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നല്ലതൊക്കെ വേണം ഇടാനായിട്ട്. ഓ, ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞോളാം. നീ അങ്ങോട്ട് മുട്ട പൊട്ടിച്ചൊഴിക്കും. ഇതിൽ ഗ്യാസിലും അടുപ്പിലും അല്ലാതെയാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. വെയിലത്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. നിങ്ങൾ നോക്കിക്കോണം കേട്ടോ. പൊട്ടിക്കട്ടെ? പൊട്ടിച്ചൊഴിക്ക്. അയ്യോ, ഈ ഗ്ലാസ്സിൽ പൊട്ടിച്ചൊഴി. ഇതിലല്ലേ ബാക്കി. ഗ്ലാസ്സിൽ പൊട്ടിച്ചൊഴിച്ചിട്ട് ഇതിലോട്ട് ഒഴി. ആളുകൾക്ക് മനസ്സിലാവണ്ടേ മുട്ട പൊട്ടിച്ചൊഴിക്കണം എങ്ങനെയാണെന്ന്. മുട്ട പൊട്ടിച്ചൊഴിക്കാന്ന് പറഞ്ഞുകൂടാത്ത വിളിച്ചോണ്ട് തന്നെ. ഓ, ചേച്ചി ക്യാമറ കൊണ്ട് നീക്കി പിടിക്കാൻ എങ്ങനെ കിട്ടുള്ളൂ. പൊട്ടിക്കുവാന്നേ. ഓ, നമ്മളിത് മുട്ട പൊട്ടിച്ചു കഴിഞ്ഞു. എവിടെയെങ്കിലും അങ്ങോട്ട് എടുത്ത് കളാമോ. ഇനി നമ്മളിത് ഇതിലേക്ക് ഇടാൻ പോവാണ്. അതിന് ഉപ്പുമുളകും എടുത്തില്ല. പിന്നെ നീ അങ്ങോട്ട് കൊണ്ടുവച്ചിട്ട് ആഹാരം കഴിക്കാൻ പോവല്ലേ ഇത് മൃഷ്ടാനം. അങ്ങോട്ട് ആളുകൾക്ക് കാണിക്കാനുള്ള കാര്യം തന്നെ. പൊട്ടിച്ചൊഴി പൊട്ടി അങ്ങോട്ട്. എന്തൊരു പെണ്ണാന്തോ ഇത്. ഏകദേശം പാത്രം ചൂടായി കഴിഞ്ഞു. വെയിലത്ത് നമുക്കിത് ഒഴിക്കാൻ പോവാണേ. സൗണ്ട് കേൾക്കാൻ പറ്റും തോന്നുന്നുണ്ട്. ഉണ്ടോ? പറ്റുന്നേ കാണാൻ? കാണാൻ പറ്റും. ഇത് കണ്ടോ? ഓംലെറ്റ് ആയി കഴിഞ്ഞു. ഓംലെറ്റ് അല്ല, മുട്ട ഏകദേശം വെന്ത് കഴിഞ്ഞു ഇപ്പൊ തന്നെ. കാണാം. അപ്പൊ ഇത് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റണേ, നമ്മള് ഗ്യാസും അടുപ്പൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ഈ സൂര്യന്റെ ചൂടില് മീൻ പൊരിക്കാം, മുട്ട പൊരിക്കാം, പപ്പടം പൊരിക്കാം, ഒക്കെ ചെയ്യാൻ പറ്റും. വെയിലത്ത് ഇതൊക്കെ നിന്ന് ചെയ്തോടെന്ന് തന്നെ നമ്മൾ പറയേണ്ടത്. അയ്യോ, മറന്നുപോയി. നമ്മള് ഈ ചൂടത്ത് ഇങ്ങനെ ചെയ്യാം. ഒരുപാട് നേരം ഇങ്ങനെ നിൽക്കാനൊന്നും പാടില്ല. ഒരുപാട് നേരം നിൽക്കാൻ പാടില്ല. ഇതിപ്പോ നമ്മൾ ഈ ചൂടത്താണ് ഇത് ഉണ്ടാക്കിയത്. പക്ഷേ ഇനി നമ്മളിങ്ങനെ ചൂടത്ത് ഇങ്ങനെ നിൽക്കാൻ പാടില്ല. ഇതാണ് ചൂടിന്റെ കാഠിന്യം. ഇതാണ് ചൂടിന്റെ കാഠിന്യം. മനസ്സിലാക്കിക്കോണം നിങ്ങളെല്ലാം. ഇത് വരട്ടുന്നത് അവര് മറിച്ചിട്ടാ. ഓ, മറിച്ചിട്. കണ്ടത് ഏകദേശം ആയിക്കഴിഞ്ഞു. ഓ, നീ എല്ലാം മറിക്കണം. അതിന് കീറാതെ വാങ്ങിക്കും. ഇത് വെന്തിട്ടുണ്ട്. ചീത്തയായി പോയി കണ്ടോ. അപ്പൊ നമ്മളിത് വെയിലത്ത് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അടുപ്പ് തീയും ഗ്യാസൊന്നും വേണ്ട. ഇത്ര വെയിലാണ്. നമ്മൾ ഇവിടെ ഒന്നും വെയിലത്ത് വന്ന് നിൽക്കാൻ പാടില്ല. വെയിലത്ത് നിൽക്കാൻ പാടില്ല. വെയിലത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ കാര്യം കട്ടപ്പോകയാണെന്നും കൂടെ പറ. വെയിലത്ത് നിന്ന് നമ്മളെ കാര്യം കട്ടപ്പോക. നീ വേറെ എന്തെങ്കിലും വാക്ക് പറഞ്ഞു നിർത്ത്. നമ്മളെ കാര്യം പോക്ക് കേസെന്ന് പറയാ. ചൂടൊരു വല്ലാത്ത ചൂട് തന്നെ സാറേ.
നാളെ എനിക്കൊരു കുട എടുക്കണം. എന്തിനാ സാറേ ആവശ്യമില്ലായി കിടന്ന് ഈ വെയിൽ കൊള്ളുന്നേ? അയ്യോ പാവ അണ്ണൻ കിടന്ന് വെയിലത്ത് പണി എടുക്കണ്ട. അണ്ണ മതിയാക്കിട്ട് പോകണ്ട. വെയിൽ കൊള്ളല്ല. അയ്യോ സൂര്യാക്കാതെ വെക്കും. സത്യം പറഞ്ഞാ ഈ പണ്ട് ഈ പെണ്ണുങ്ങൾ മാത്രമാണ് കുട എടുക്കുന്നത്. അത് ശരിയാ. പണ്ട് പെണ്ണുങ്ങൾ മാത്രമേ കുടയായിട്ട് റോഡിൽ ഇറങ്ങുമായിരുന്നു. ഇപ്പതാ വെയിലിന്റെ ചൂട് കാരണം സകല ആണുങ്ങൾ കുടയായിട്ട് ഇറക്കുന്നത്. ചേട്ടനെ കാണാൻ വേണ്ടി വന്നത്. എന്തിന്? അന്ന് കളിച്ചില്ല, അമ്പലത്തിൽ കളിച്ചില്ല ഡാൻസ്. അതേപോലെ നമ്മൾ അമ്പലത്തിൽ വന്ന് കളിക്കാൻ വേണ്ടി. പോയി തരത്തിന് പോയില്ലേടാ. അല്ല അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അന്ന് ഗാനമേള കേൾക്കാനല്ലായിരുന്നു ആളുകൾ കൂടുതൽ. ചോണിച്ചിട്ട് ഇപ്പുറത്തൊന്നും ഒരു താളമില്ലാതെ അവിടെ തുള്ളിയില്ലേ, അത് കാണാനാണ് അതല്ല സാറേ, മൈക്കിൾ ജാക്സൺ മരിച്ചില്ലായിരുന്നെങ്കിലേ വെറ്റിലെയും പാക്കുമറ്റന്റെ മുമ്പ് വന്നതിന് എന്തിനാണ് ശിക്ഷപ്പെടാൻ. പിന്നെ ഹലോ അതാ വരുന്നു. എന്താ സാറേ? എന്ത് ഇതൊക്കെ നീ വെള്ളം കൂടി എനിക്ക് ചൊറിഞ്ഞിട്ട് മേലെ എനിക്ക്. നീ വെള്ളം അത്രയും കൂടി ഇല്ലെങ്കിൽ വെളുക്ക നീ ചൊറിയും. അത്രയും കൂടി എനിക്ക് എന്താ പറ്റിയ ശ്യാമളേച്ചി? നീ വെള്ളം കൂടി, അത്രയും കൂടി വെള്ളം. എന്താ പറ്റിയെന്ന് പറയാൻ പിന്നെ നീയേ ഇന്ന് കണ്ണാടിയിലൊന്നും കുറച്ച് ദിവസത്തേക്കൊന്നും നോക്കലേ മോളെ. എന്താ നോക്കിയാൽ നിനക്ക് സങ്കടാവും, അതുകൊണ്ടല്ലേ. അപ്പൊ എനിക്ക് എന്താ പറ്റി? എന്താന്ന് പറഞ്ഞു? കൊച്ചാണ്ട ജീവനോട് ഇരിക്കുന്നു, ഒന്നും പറ്റിയിട്ടില്ല. അപ്പൊ ഞാൻ ചത്തു ചേച്ചി വിളിച്ചു പറഞ്ഞത്? അല്ല അത്യാവശ്യമാണ്. എന്താ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാ സാറേ കണ്ട സാറേ ചുവന്ന് നടക്കണണ്ട. ആരാ വന്ന് വേഷ കൊടുത്തു പറഞ്ഞ എന്നെ നോക്കണേ എന്തിന്? നിങ്ങൾ അങ്ങോട്ട് തർക്കിയാ ഞാൻ അടിച്ചിട്ടൊന്നുമില്ല. എന്തിനു സാർ എന്നെ നോക്കണത്? ചേച്ചി കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാം. നീ പറയണ്ട, ഞാൻ പറഞ്ഞോളാം. വൈറലാവാൻ നോക്കിയതാ സാറേ, വൈറലാവാൻ നോക്കിയതാ. പെട്ടെന്ന് ഫേമസ് ആവാൻ വേണ്ടിയേ ഒരു വീഡിയോ എടുത്തതാ. ഒരു വീഡിയോ എടുത്തതിനാണ് രാവിലെ പറഞ്ഞത്. അത് തന്നെ. നീ എന്താ ഡാൻസ് കളിച്ചാ, പാട്ട് പാടിയാ? അത് ഫേസ്ബുക്കിൽ ഇട്ടാ? എന്നാ പിന്നെ സാറേ അത് കണ്ടിട്ടുള്ള ആരെങ്കിലും വന്ന് കവാല പുളക്ക കൊടുത്തിട്ട് പോയാ തലമ ചോദിച്ചിരുന്നു. പിന്നെ എന്തോന്ന് ഞാൻ അങ്ങനെ പറയണത്? ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടില്ല, ഫേസ്ബുക്കിൽ ഇട്ടിട്ടില്ല, അതിന്റെ അടുത്ത് തന്നിട്ടുമില്ല. പക്ഷെ ഇട്ടിരുന്നെങ്കിൽ വൈറലായനെ സാറേ. ഒരു ഓംലെറ്റ് ഉണ്ടാക്കണ വീഡിയോ. ഓംലെറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ? അതിട്ടൊന്ന് പുതുമായിരിക്കുന്നത്. ഉണ്ട്, അതിന് പുതുമ ഉണ്ട്. വെറൈറ്റി ആയിട്ടാണ് ചെയ്തത്. എന്ത് വെറൈറ്റി? ഞങ്ങൾ മുട്ടയില്ലേ സൂര്യപ്രകാശത്തിലാണ് വേവിച്ചെടുത്തത്. സൂര്യപ്രകാശത്തിൽ ആംലെറ്റ് അടിക്കണം? അല്ല ചായ, ഇപ്പം ഭയങ്കര വെയിലല്ലേ, ആ സൂര്യപ്രകാശത്തിന്റെ ആഘാതം കൊണ്ട് കുറെ പേര് തലയിറങ്ങി വീണില്ലേ. അങ്ങനെ സൂര്യപ്രകാശത്തിന് നമ്മൾ വെയിൽ നേരിട്ട് അടിക്കാൻ പാടില്ലെന്ന് നമ്മൾ സന്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ എടുക്കാൻ ഞാൻ ചേച്ചി തീരുമാനിച്ചത്. ഈ നട്ടാ വെയിലത്ത് നീ അങ്ങോട്ട് സന്ദേശം അയച്ചില്ലേ ജനത്തിന് അറിഞ്ഞൂടാ വെളിയിൽ ഇറങ്ങരുതെന്ന്? ഞാൻ പറയണമെന്ന് കേളെ. ഞാൻ പറയാം സാറേ. സാറേ ഈ പൊടിഞ്ഞ വെയിലത്ത് നമ്മളുണ്ടല്ലോ ഒരു ചീനിച്ചട്ടി എടുത്ത് വെയിലത്ത് വെച്ചിട്ട് അതിലൊരു മുട്ട പൊട്ടിച്ചങ്ങ് ഒഴിച്ച് മുട്ട ഷൂന്നും പറഞ്ഞ് വെന്ത് വന്നപ്പോ എന്താ ഈ കൊച്ചു ചോന്നും പറഞ്ഞ് ഇതാ കരിഞ്ഞ് താഴെ കിടക്കുന്നു. എന്റെ പൊന്നു സാറേ, ഈ കൊച്ചിന് വെയിൽ കൊണ്ട് വല്ല ഈ വീട്ടിനകത്ത് ഇരിക്കുന്ന അല്ലാതെ വെളിയിൽ അവൾ ഇറങ്ങും. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ ഈ ക്യാമറ ഓൺ ആക്കിയപ്പോഴത്തേക്കും എന്റെ പൊന്നെ ഈ മലയാളത്തിൽ ഇല്ലാത്ത ലിപികൾ ഈ രാഷ്ട്രീയക്കാരന്മാര് പറയും പോലെ മരണപ്പെടും, തൊക്ക്, എന്തൊക്കെ സാഹിത്യങ്ങളാണ് ഈ കൊച്ചു വിളിച്ച് പറയണത്. അതൊക്കെ മലയാളത്തിലുണ്ട്. നീ ഒരു സാധാരണക്കാരി അവിടെ വന്ന് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഫേമസ് ആവാനുള്ള പരിപാടി തന്നെ സാറേ. ഞാൻ തക്ക സമയത്ത് പിടിച്ചില്ലായിരുന്നെങ്കിൽ ഈ കൊച്ചു താഴെ മണ്ട അടിച്ചത് മുളന്ന് താഴെ കിടന്നേനെ. അതുകൊണ്ട് ഞാൻ പിടിച്ചോണ്ട് ഈ കൊച്ചു രക്ഷപ്പെട്ട് ഇരിക്കുന്നു. അത് ശരി. അപ്പൊ വെയിൽ കൊണ്ടിട്ടാണ് തല ഇറങ്ങി വീണതും. ഓ കാപ്പിള് പോലെ ആയിരുന്നു. ചായ നല്ലൊരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. കൊള്ളാം, നല്ല സന്ദേശം. നീ എന്തായിരുന്നാലും വെയിൽ കൊള്ളരുതല്ലേ ആ സന്ദേശം? ഇവിടെ നോക്ക്, വെയിൽ കൊള്ളരുത് എന്നല്ലേ നീ ഈ സാധനം ഉണ്ടാക്കുമ്പോ ഒരു കുട എടുത്ത് പിടിക്കാത്തത്? രണ്ടും മന്ദബുദ്ധികളെ തന്നെ. എടി വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ സൂര്യാഘാതം വരെ തല ഇറങ്ങി വീഴും. അത് ജനത്തിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലേ രണ്ടുപേരുടെ ഈ വീഡിയോ ആംബ്ലേറ്റ് അടിച്ചുണ്ടാക്കിയത്. ആ ഉണ്ടാക്കുമ്പോ പോലും നിങ്ങള് വെയിൽ കൊണ്ടോണ്ടല്ലേ ചെയ്തതെന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, ഞാൻ പറയട്ടാ, നമ്മള് വെയിൽ കൊള്ളല്ലെന്നും പറഞ്ഞല്ലേ ഇങ്ങനെ വീഡിയോ ഉണ്ടാക്കി. അപ്പൊ വെയിലും കൊണ്ടോണ്ട് ജനങ്ങൾക്ക് എത്തിച്ച തല ഇറങ്ങി ഇതുവഴി വീഴും, മണ്ട അടിച്ച് വീഴും. വായി നോക്കി പോത്തെ. നീ ആ വീഡിയോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടുതി, നീ വൈറലാവും സാറേ. ഉറപ്പായിട്ടും വൈറലാവും സാറേ. ഇവൾ അവസാനമായിട്ട് ആ വീഡിയോ എടുത്തപ്പോഴേ അവസാനമായിട്ട് തല ഇറങ്ങി വന്ന് വീണ്. എന്റെ പൊന്നി എന്തൊരു ഒറിജിനാലിറ്റി സാറേ. കേട്ടോ എന്റെ പൊന്നി ചായ, എനിക്ക് ഫേമസ് ആവാൻ വേണ്ടി മാത്രമല്ല, നാട്ടുകാർക്ക് വേണ്ടി ഒരു നല്ല നന്മ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. നാട്ടുകാർക്ക് നന്മ ചെയ്ത് ഫേമസ് ആവാൻ വേണ്ടി മുട്ടിയിരിക്കല്ലേ നീ?
വാ ഇങ്ങോട്ട്. എനിക്ക് അടിക്കാൻ അല്ല, വാ. വാടി തുമ്പി. അങ്ങോട്ട് നമുക്ക് അറിയാം. ശരി. മതി ചായ ഇളക്കി നോക്കട്ടാ. ഇളക്കി നോക്കാം. ഞാൻ തന്നെ ഒഴിക്കട്ടാ. ഉദ്ഘാടനാണേ. കുറച്ചും കൂടെ. ആവേശത്തിൽ ഇന്ന് മാത്രമല്ല എല്ലാ ദിവസവും ഒഴിക്കണം. അത് ചായ സ്കൂളിൽ മതി, അതിനൊക്കെ ഒരു കണക്കുണ്ട്. നീ ഇവിടെ വച്ചു കഴിഞ്ഞാൽ എനിക്കറിയാം ഇത് മൊത്തം കുടിക്കട്ടെ? വേണ്ട, കുടിക്കണ്ട. എന്തോ ചായ എടി ഇത് മൊത്തം ഒരു ദിവസം ഒഴിക്കൂ. വേണ്ടേ? മതി. ഇതിവിടെ ഇരുന്ന ശരിയല്ലോ. സാരം കൊണ്ടുവച്ചിട്ടാ നമുക്ക് മറ്റതെടുക്കാം. ഇല്ല ഈ ചായ വന്ന് സമ്മതിക്കത്തില്ല. ചേച്ചി എടുത്തോണേ. പറയട്ടെ, ഇങ്ങോട്ട് നില്ലെങ്കിലേ കിട്ടുള്ളൂ. കിട്ടേന്നേ. നമസ്കാരം. ഞാൻ നിങ്ങളുടെ വൻമരം. നിങ്ങൾക്ക് കുറേ തണല് തന്നിട്ടുണ്ട്, പൂക്കൾ തന്നിട്ടുണ്ട്, ബലങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ കൂട്ടാളികൾ വന്ന് എന്നെ വെട്ടി 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 മുറിച്ചു. നിങ്ങൾക്ക് തണല് തന്ന എന്റെ വൻ ശിഖരങ്ങളെ നിങ്ങൾ എന്നെ വെട്ടി വെട്ടി നശിപ്പിച്ചു. നിങ്ങൾക്ക് ഒരുപാട് തണല് തന്നിട്ടില്ലേ, ശുദ്ധവായു തന്നിട്ടില്ലേ, പൂക്കൾ തന്നിട്ടില്ലേ, ബലങ്ങൾ തന്നിട്ടില്ലേ. എന്നിട്ടും എന്നെ കൊല്ലല്ലെന്ന് പറഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് ഇവിടെ ഏകാക്ക നാടകം മത്സരം കൊള്ളാം. ഇങ്ങനെയാണ് പറയാം. ഇത് പോസ്റ്റ് ചെയ്തിട്ടാണ് നീ ഫേമസ് ആവാൻ പോണേ. തന്നെയല്ലേ? ഞാനേ 2ാം ക്ലാസ് പഠിക്കുമ്പോഴേ ജൂൺ 5-ാം തീയതി വരം ഒരു വരം എന്ന് പറഞ്ഞൊരു പരിപാടിക്ക് മരം ഒരു വരം എന്ന പരിപാടിക്ക് എന്നെ ദീപടിത്തന്നെ പഠിപ്പിച്ച 2ാം ക്ലാസ് ചോദിച്ചു. എനിക്കായിരുന്നു ഫസ്റ്റ്. അതൊക്കെ നിനക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടോ? ഇതെങ്ങനെ സഹിക്കണ സാറേ? ഒന്നുമല്ല. നല്ലല്ലേ? ഒന്നുകൂടെ പറഞ്ഞേരാ. ഞാൻ അടിക്ക് ഞാൻ നേരെ നില്ല. അങ്ങനെയല്ല പറയേണ്ടത്. ഒരാളോട് സംസാരിക്കുമ്പോ ഇങ്ങനെ ഈ സാഹിത്യം മരവരൊക്കെയാണ് പറയണേ. മര്യാദയ്ക്ക് പറയണം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് എന്റെ വീട്ടിലൊരു മരം നട്ടു. ഇതുപോലെ എല്ലാവരും നടണം. അപ്പൊ ലോകത്തെല്ലാം കൂടെ 100-700 കോടി ജനങ്ങളില്ലേ? പിന്നെ അല്ലാതെ വരുമല്ലേ? അപ്പൊ നമ്മ എല്ലാവരും ഓരോ മരം നട്ടു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും മരം വരും. ഈ വലിയ ചൂട് ഒരു പ്രശ്നമേ വരില്ല. അതുകൊണ്ട് എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്തു, നിങ്ങളും ഇതുപോലെ ചെയ്യണം എന്ന് മര്യാദയ്ക്ക് മാന്യമായ ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ വേണം പറയാൻ. എങ്ങനെ ആളുകൾ കിട്ടും പറഞ്ഞു കേട്ടാ. അല്ലാതെ മറ്റേ മരം ഒരു വരം അതൊന്നും വേണ്ട. ഇപ്പൊ ഇച്ചായൻ പറഞ്ഞ പോലെ പറഞ്ഞാ പോരെ? നേരെ ഇങ്ങനെ അതിൽ നോക്കും. ഇച്ചാനും കിട്ടട്ടെ. പറയട്ടെ, അങ്ങോട്ട് നോക്ക് ഇച്ചാനും കൂടെ. നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം സ്നേഹലത ടോമിച്ചൻ.